ഇരുത്തിയിരിക്കുന്നെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയല്ല, കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ, മാർക്കോസ് സുവിശേഷം 12-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. 25-ാമത്തെ വാക്യം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരുളി ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ? നോക്കൂ, ഇവിടെ വായിച്ചില്ലേ? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. ദൂതന്മാരെ പോലെയാകും. അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തോ, ദൂതന്മാരെ പോലെയാകും. അവർ വിവാഹം കഴിക്കുന്നില്ല, അവർ വിവാഹത്തിന് കൊടുക്കുന്നില്ല. വിവാഹപ്രായമായിരുന്നു അവർ വീട്ടിനകത്തില്ല. കാരണം എല്ലാവരും ഒരേപോലെ, ഒരേ ഹൈറ്റിൽ, ഒരേ സ്വരൂപത്തിൽ, ഒരേ ക്ലാരിറ്റിയിൽ, ഒരേ വസ്ത്രത്തിൽ, ആമേൻ, അവിടെ നിർത്തിയിരിക്കുമ്പോൾ തിരിച്ചു മടങ്ങി വരുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകത മറന്നു പോകരുത്. ഇതിനകത്ത് ശക്തി ഉള്ള ദൂതനുമുണ്ട്, ശക്തി കുറഞ്ഞ ദൂതനുമുണ്ട്. അധികാരമുള്ള ദൂതനുമുണ്ട്, അധികാരം കുറഞ്ഞ ദൂതനുമുണ്ട്. ആമേൻ, വിചാരമുള്ള ദൂതനുമുണ്ട്, കാര്യവിചാരമില്ലാത്ത ദൂതനുമുണ്ട്. വീണുപോയ ദൂതനുമുണ്ട്, തേജസ്സേറിയ ദൂതനുമുണ്ട്. ദൈവത്തെ സൃഷ്ടിച്ച ദൂതനുമുണ്ട്, സാത്താന്റെ പ്രവൃത്തി ചെയ്യുന്ന ദൂതന്മാരുമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുത്. ആമേൻ, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവകുഞ്ഞ്, ഈ ദൂതന് പ്രത്യേകതയുണ്ട്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല എന്ന് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ. ഇന്ന് രാത്രി ആരെങ്കിലും ചിന്തിക്കുന്നുവോ, ഞാൻ ഇരിക്കുന്നത് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എന്ന്? ആമേൻ. ദൂതൻ പലയിടത്തും പ്രത്യക്ഷനായിട്ടുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ ദൂതൻ പ്രത്യക്ഷനായി. ആമേൻ. യോർദാന്റെ നടുമധ്യത്തിൽ ദൂതൻ പ്രത്യക്ഷനായി. മരുഭൂമിയിലും മോശയുടെ നടുവിലും ദൂതൻ പ്രത്യക്ഷനായി. മോറിയ മലയിലും അബ്രഹാമിന്റെ നടുവിലും ദൂതൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രിയിലും സ്തോത്രം, ദൈവത്തിന്റെ ദാസന്മാര് എവിടെ മുട്ടുമടക്കുമോ, എവിടെ നിൽക്കുമോ, അവിടെ ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കും. ആമേൻ. സ്തോത്രം. നമ്മൾ പഠിച്ചു വരാൻ പോകുകയാ. പാപം ചെയ്യിക്കുന്ന ദൂതന്മാരും ഉണ്ട്. ഒരു വാഴ്ത്തത്വം ഒരാളെ ഇതിനകത്ത് എടുക്കുക. ഇപ്പോൾ സ്റ്റേജ് അല്ലാത്തത് കൊണ്ട്, സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഒരാളിനെ ഞാൻ ഫ്രണ്ടിലോട്ട് വിളിച്ചേനെ. സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുക, ഒരാളിനെ ഞാൻ പുറത്തെടുക്കുകയാണ്. സ്തോത്രം. ഇതിനകത്തുനിന്ന് ഒരാളിനെ ഞാൻ ഇങ്ങോട്ട് വരുത്തുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോബിയെ ഇങ്ങോട്ട് വരുത്തുകയാണ്. ജോബിയുടെ മേൽ ദൈവത്തിന് കുറെ ചെയ്യുവാനുള്ള പാക്കേജ് ദൈവം വച്ചിരിക്കുക. പക്ഷെ ജോബിക്ക് അതിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അവനെ വേറെ തലത്തിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. വേറെ തലത്തിലേക്ക്. സാത്താന്റെ, പിശാചിന്റെ ഭക്ഷണമാണ് പാപം. വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചോ, പിശാചിന്റെ ഭക്ഷണമാണ് പാപം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ, സകലതും പാപത്തിൽ നീ വിട്ടുകൊടുക്കരുത്. ഒന്ന്, ആമേൻ, രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, ആമേൻ, ദൈവകൃപയിൽ ദൂത് പറയുന്നവൻ എല്ലാവരോടും എല്ലാവരെയും ഒരേ കണ്ണിൽ കാണണം. യേശുവിനെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉയർപ്പിക്കെന്നെ എന്നാഥാ, ഓ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞ് ശോഭിപ്പാൻ. ഹല്ലേലൂയ. അടുത്ത പാട്ടെന്നറിയാമോ?
ശൈശവകാല വീഴ്ചകൾ, മോശയാലുള്ള താഴ്ചകൾ, അല്ലേ? വീഴ്ചയുണ്ട്, ശൈശവത്തിലെ വീഴ്ച. രക്ഷിക്കപ്പെട്ട ശേഷം അതിനെ കൊണ്ട് ഫ്രണ്ടിൽ വയ്ക്കരുത്. പിശാച് ആഗ്രഹിക്കുന്നത്, ദൂത് പറയുന്നവനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പിശാചിന്റെ ഭക്ഷണം നിറയ്ക്കുക, ഉള്ളിനകത്ത് മുഴുവനും അവന്റെ ഭക്ഷണം നിറയ്ക്കുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതെന്നറിയാമോ? വചനം നിറയ്ക്കുക, ദൂത് നിറയ്ക്കുക, വെളിപ്പാട് നിറയ്ക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അകത്തളം നിറഞ്ഞിരിക്കണം. സ്തോത്രം. നിങ്ങളുടെ വീട്ടിനകത്ത് കുറഞ്ഞൊരു 100 ബൈബിളെങ്കിലും ഉണ്ടായിരിക്കണം, പല വീഴ്ചയിലുള്ളത്. സ്തോത്രം. പക്ഷെ ഒരെണ്ണം പോലും വാങ്ങാൻ ഇത്ര കഷ്ടപ്പെട്ടാൽ വാങ്ങിയ, അത് കുത്തുപൊട്ടിയിട്ട് പോലും വേറെ വാങ്ങാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ദിവസം എത്ര ലിറ്റർ പെട്രോൾ അടിക്കുന്നുണ്ട്? എത്ര രൂപയ്ക്കുള്ള വാള വാങ്ങുന്നുണ്ട്? ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു നിഘണ്ടു വാച്ച് വീട്ടിൽ വെക്കുന്നേ, കുത്തുപൊട്ടിരുന്ന ആളുകളായി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയും, ഇവരെല്ലാം പറയുന്നല്ലോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല ആത്മീയ നന്മകളാലും ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ നിന്നെ നിറച്ചിരിക്കുന്നു. ആ ബൈബിൾ ഒന്ന് തറ വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴുന്ന പോയി കംപ്ലീറ്റും. ഇത് ഉൽപ്പത്തി എവിടെ, വെളിപ്പാട് എവിടെ? വെളിപ്പാട് വായിക്കാൻ പറയുമ്പോൾ ഉൽപ്പത്തിയിലിരിക്കും വെളിപ്പാട്. ഉൽപ്പത്തി വായിക്കാൻ പറയുമ്പോൾ ഉൽപ്പത്തി നേരെ പുറപ്പാടിൻ്റെ അടുത്തിരിക്കും. സ്തോത്രം. കുത്തുകൾ വിട്ടിട്ട് മാറിയിരിക്കുക. കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസിമാരും ദാസന്മാരൊക്കെ മുറ്റം അടിക്കുമ്പോൾ അതെന്താ പാസ്റ്റർ ദാസന്മാരെ പറയുന്നത്? ദാസന്മാരെ മുറ്റം അടിക്കണം. ദാസിമാർക്ക് മാത്രമല്ല മുറ്റം അടിക്കണം, ദാസന്മാരെ മുറ്റം അടിക്കണം. ചൂലം കൊണ്ട് മാറ്റി രാവിലെ മുറ്റം അടിക്കുമ്പോൾ കട്ടൻ കാപ്പി ഇടൂലേ ദാസി? എല്ലാം പിന്നെ അവർക്ക് മാത്രമാണ് മുറ്റമടിപ്പ്. ഇത് പെട്ടെന്ന് ഒരാൾ ഒരു ഫോൺ കോൾ വരുമ്പോഴത്തേക്ക് ചൂല് താഴെ വീഴുമ്പോൾ കുത്തങ്ങ് വിട്ടുപോകും. അപ്പോൾ തല വാല എന്നറിയാതെ എല്ലാം കൂടെ വാരി കെട്ടി വെച്ചിട്ട് പിന്നെയും കുത്തും. അപ്പോൾ തുമ്പ് മൂടും എല്ലാം കൂടെ മാറിപ്പോകും. പിന്നെ തൂക്കുമ്പോൾ ഒരു ചവറും വരത്തില്ല, അവിടെ എന്ത് വരും? ഒന്നും വരത്തില്ല. സ്തോത്രം. കുത്തുവിട്ട് കിടക്കുക. പക്ഷേ ഇന്ന് രാത്രി ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കുത്തുവിട്ടതിനെല്ലാം കുത്തി കെട്ടാനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ശൈശവകാല വീഴ്ചകളെല്ലാം ഉണ്ട്, പക്ഷെ അതെല്ലാം മാറ്റി കർത്താവിന്റെ പുണ്യാക രക്തം കൊണ്ട് കഴുകി നിർത്തിയിട്ട് പറയുകയാണ്, ദരിദ്രനെ പൂപ്രയിൽ നിന്നും കഴുകിയെടുത്തവന് നാവിന്മേൽ പ്രഭുക്കന്മാരുടെ നടുവിൽ നിർത്തി പുത്തൻ പാട്ട് കൊടുത്ത ദൈവം. ഹല്ലേലൂയ. പുത്തൻ പാട്ട് കൊടുത്തത്. ഹല്ലേലൂയ. എവിടെന്നാ? ആ കുപ്പയിൽ നിന്ന്. അവൻ ഇന്ന് വാദിക്കുകയാണ്. വാദിക്കട്ടെ, അവൻ്റെ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ ജോലി എന്തെന്നറിയാമോ? നമ്മൾ മുൻപിലോട്ടൊന്ന് രാത്രി പോകുക. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോലിയാണ്. വായിച്ചാട്ടെ, ഇയ്യോബിന്റെ പുസ്തകം 38 4 വാക്യം. ഇയ്യോബ് 38:4 വായിച്ചേ. 38:4 വായിച്ചേ. അവിടെ എന്താ വായിച്ചത്? 38:4. സ്തോത്രം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായി? വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. എനിക്ക് വിവേകം ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ്താവിക്കുക. നീ എവിടെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ദൂതന ചോദിക്കുന്നത്. ആമേൻ. നിനക്ക് എല്ലാം നിരത്തി വെച്ചല്ലോ. എനിക്ക് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ആമേ മാടെ കോടെ എന്ന് പറഞ്ഞ് കുറെ നിരത്തി വെച്ചല്ലോ. നീ ഇത് ഞാൻ അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെ ആയിരുന്നു എന്ന് ദൂതൻ ചോദിച്ചപ്പോൾ ഒരു കാര്യം മിണ്ടാൻ പറ്റുന്നില്ല. ആമേൻ. ഒരു കാര്യം മിണ്ടാൻ നിശ്ചലമായി നിന്ന് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്ത് നമ്മൾ വരുന്നു. ആമേൻ. സ്തോത്രം. അടുത്ത ദൂതന്മാർ വരുന്നത് യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. യെശയ്യാവ് 6:3 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു ദൂത് ശ്രദ്ധിച്ച്. 6:3 അവിടെ നമ്മൾ വായിച്ചത് എന്താ? വായിച്ചേ 6:3. യെശയ്യാവ് 6:3 അവിടെ വായിച്ചത്, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. ആമേ. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. 4-ാം വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടി അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയപ്പവും കൊണ്ട് നിറഞ്ഞു. 5-ാം വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പറയ 1000 10,000 10,000 ദൂതന്മാരുടെ നടുവിൽ സൃഷ്ടി മുതൽ സൃഷ്ടി വരെ, നിത്യത മുതൽ നിത്യത വരെ ദൈവത്തിന്റെ ദൂതന്മാരെ പറ്റി പഠിക്കുമ്പോൾ ദൂതന്മാർക്ക് ബൈബിളിൽ ഒരിടത്തും ഒരു പഞ്ചുമില്ല. ആയിരക്കണക്കിന്, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ദൂതന്മാർ ഒരു ദൈവ പൈതലിനെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂതനാ. ഹല്ലേലൂയ. ദൂതനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ ആരെന്നറിയാമോ? അവൻ സർവാംഗ സുന്ദരനാണ്. അവൻ സർവാംഗ സുന്ദരനാണ്. ആ സർവാംഗ സുന്ദരനായിരിക്കുന്ന യേശുവിന്റെ ജനനത്തിന് മുമ്പേ, ചില വർഷങ്ങൾക്ക് മുമ്പേ ദൂതന്മാരെ എന്തിന് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്തെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ. ആമേൻ. അല്ലാതെ കർത്താവിന് വലിയ വീടൊന്നും വെക്കാനൊന്നും അല്ല ഇവിടെ വന്നത്. വലിയ വീടൊന്നും വെച്ച് വലിയ വാഹനത്തെ, ഞാൻ ഇന്നത്തെ സ്റ്റേഷനിൽ വാഹനം, അതൊന്നും അല്ല കർത്താവ് പിതാവായ ദൈവം പുത്രനെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്താ ആഗ്രഹിച്ചെന്നറിയാമോ? എന്താ ആഗ്രഹിച്ചത്? ഈ ഭൂമിക്ക് തൻ്റെ ജീവനെ മറുവലയായി കൊടുക്കാൻ. ആമേൻ. ഭൂമിയിലുള്ള സകല ജനത്തിനും വേണ്ടി മറുവലയായി കൊടുക്കാൻ യേശുവിനെ സൃഷ്ടിച്ചു. അപ്പോൾ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പേ ദൂതന്മാരെ സൃഷ്ടിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നെ ഇന്ന് രാത്രി സൃഷ്ടിച്ചതിനകത്തിരുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഗമനാഗമന പാതയിൽ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി സംശയിക്കേണ്ട. ആ ദൂതൻ ഇന്ന് രാത്രി ആരോടൊക്കെ വിളിച്ചു പറയുന്നു, നിന്റെ കൂടെ ഇന്ന് രാത്രി ദൂതനുണ്ട്. ആ സാന്നിധ്യം അനുഭവിക്കുന്നവരാ ഇതിനകത്ത് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2. ആമേൻ. നമുക്ക് നോക്കാം. ആമേൻ. ആരാണ് ദൂതന്മാർ? ബൈബിളിൽ എന്താ പറയുന്നത്? എഴുതിക്കോ. ആരാണ് ദൂതന്മാർ? സ്തോത്രം. ആരാ ദൂതന്മാർ? എന്താണ് ബൈബിൾ പറയുന്നത്? ഈ പ്രപഞ്ചത്തെയും ആദിമ മനുഷ്യരെയും സൃഷ്ടിക്കുന്നതിന്, ഈ പ്രപഞ്ചത്തെയും ആദിമ മനുഷ്യരെയും സൃഷ്ടിക്കുന്നതിന് ദൈവം മനുഷ്യനേക്കാൾ ഉന്നതരമായ ബുദ്ധിയും ശക്തിയുമുള്ള ശക്തിയുള്ള ദൂതന്മാരെ സൃഷ്ടിച്ചു. അവർ മനുഷ്യരെക്കാൾ വളരെ ശക്തിയുള്ളവരാണ്. അവർ മനുഷ്യരെക്കാൾ വളരെ ശക്തിയുള്ളവരാണ്. വായിച്ച ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, നമ്മൾ വായിച്ച അതേ അധ്യായം തന്നെ 38-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. അവിടെ എന്താ വായിച്ചത്? 38-6 നമ്മൾ വായിച്ചിങ്ങനെയാണ് വായിച്ചേ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. അപ്പോ ഇവരെല്ലാരും സന്തോഷിച്ചാർത്ത് മുമ്പിലോട്ട് വരിക. ആദിമ കാലഘട്ടത്തിൽ ഈ ദൂതന്മാർക്ക് ഒരു ആരാധന ഉണ്ടായിരുന്നു. ഇന്ന് സഭയിൽ എവിടെ ആരാധന? സഭയിലെ ആരാധനക്രമ ചാർട്ട് ബൈബിളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ, ദൂതന്മാരുടെ ആരാധന എന്ന് പറഞ്ഞാൽ അരമണിക്കൂറോ 10 മിനിറ്റോ ചടങ്ങ് പോലെ. അന്നും ഞാൻ കണ്ടത്, ഇന്നും കാണുന്നു പല സഭകളിലും. അന്ന് കാണുന്നത് ഇങ്ങനെ തന്നെ. വന്ന ഉടൻ ആരും വന്നില്ലെങ്കിൽ പാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കും. ആരും വന്നില്ലല്ലോ, എല്ലാവരും വന്നിട്ട് തുടങ്ങാം. സ്തോത്രം. അത് ഏത് ആത്മാവെന്നറിയില്ല. എല്ലാവരും വരട്ടെ, എല്ലാവരും വന്നിട്ട് തുടങ്ങാം. സ്തോത്രം. അതല്ല ആരാധന. പുരോഹിതൻ ചർച്ചിനകത്ത് മുട്ടുമടക്കി കഴിഞ്ഞാൽ ആര് വരുന്നു വരുന്നില്ലേ എന്ന് നോക്കിയിരിക്കാനല്ല. അവിടെ മുഴങ്കാലിരുന്ന ഒരു ആരാധന. വിശ്വാസ കുടുംബങ്ങൾ ബോർഡ് 10 മണിക്കാണെങ്കിൽ 9 മണിക്ക് ആരാധന ഹാളിലെത്തുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? അങ്ങനെ ഉള്ളവരെ നോക്കി ഇന്ന് രാത്രി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്.
ഓരോ സബ്ജക്റ്റുകളും ദൈവം തരുമ്പോൾ ചോദിക്കും, ദൈവമേ ഇതിന്റെ റൂട്ട് എങ്ങോട്ടാ ഇന്ന് രാത്രി എന്നെ കൊണ്ടുപോകാൻ നീ ഉദ്ദേശിക്കുന്നത്? ഈ നാളുകളിൽ ദൈവജനം ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. നമ്മെക്കുറിച്ച് ദൈവത്തിനും പദ്ധതിയുണ്ട്. ദൈവത്തിന് ചില പദ്ധതികൾ നമ്മളെ കുറിച്ചുണ്ട്. അതിന്ന് രാത്രി ഇവിടെ പറയുക ഇങ്ങനെയാണ്: പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? സ്തോത്രം. ഒരാരാധന കഴിഞ്ഞു, ഒരു വർഷിപ്പ് കഴിഞ്ഞു, നീ എവിടെയായിരുന്നു? ആമേ. സ്തോത്ര കാഴ്ചയ്ക്ക് പാത്രത്തിൽ പൈസ ഇടാൻ വേണ്ടി മാത്രമാണോ എത്തിയത്? ഒന്നും പ്രാപിക്കത്തില്ല. 10 മണിക്ക് ആരാധന വയ്ക്കണമെങ്കിൽ ദൂതന്മാർ 8 മണിക്ക് ഇവിടെ ഹാജരാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ 10 മണിക്ക് ആരാധന വയ്ക്കുമ്പോൾ വരട്ടെ, 10:30 ആരും വന്നില്ല, 2 പേരെ വന്നോളൂ, എല്ലാവരും വരട്ടെ, നമുക്കൊന്ന് ആരാധിക്കാം. ആമേൻ. അതല്ല ആരാധന. തിരുത്തണം. നിങ്ങൾ പഠിക്കുന്നത് തിരുത്തണം. ഇന്ന് രാത്രി ഹല്ലേലൂയ അഭിഷക്തനും കുടുംബവും സഭയ്ക്കകത്ത് എത്തിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആരാധന. ദൈവം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, പല അഭിഷക്തന്മാരും ആലയത്തിനകത്ത് നേരത്തെ മുട്ടുമടക്കുമ്പോഴും വിശ്വാസ കുടുംബങ്ങൾ അലക്ഷ്യമായി കയറി വരാറുണ്ട്. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലർ കയറി വരാറുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്നേഹത്തോടെ വേദപുസ്തകം അടിസ്ഥാനത്തിൽ പറയാം. ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ, അഭിഷക്തൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒറ്റയാണ് സഭയ്ക്കകത്ത് കയറരുത്, പോവരുത്. ആമേൻ. പണ്ടാരോ എങ്ങാണ്ടോ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. ഇവിടെ പുസ്തകം എന്താ പറയുന്നത്? ദൂതന്മാർ, ദൈവഭക്തന്മാർ ഒരുമിച്ച് ആരാധന സ്റ്റാർട്ട് ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? ബസ് സ്റ്റാൻഡിലോ? അന്ന് ഭയങ്കര മഴയായിരുന്നോ? എവിടെയായിരുന്നു? പൈസ എടുക്കാൻ മറന്നുപോയോ? എന്തോ ഇറങ്ങിയപ്പോൾ 2 പേര് വന്ന് അവർ കാപ്പി എടുത്തോണ്ടിരുന്നോ? വരണ്ട, അവിടെ ഇരുന്നോ? നീ എവിടെയായിരുന്നു? ഉത്തരമില്ല. ആമേൻ. എപ്പോഴും മോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണോ? നോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മോങ്ങായിരിക്കുന്നവന്റെ തലയിൽ തേങ്ങ വീഴുന്നത് പോലെയായി. ആമേൻ. സ്തോത്രം. അതൊന്നും അല്ല ഇവിടെ. അതൊന്നും വിലപ്പോകത്തില്ല. ദൂതന്മാരുടെ മുൻപിൽ ആമേൻ ആമേൻ നമ്മെ സൃഷ്ടിച്ചവനും നമ്മെ നമ്മെ നിർമ്മിച്ചവനുമായ ദൈവത്തിന്റെ മുൻപാകെ ആമേൻ സ്തോത്രം ദൈവ പൈതലേ ആരാധന സ്റ്റാർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതിന് മുമ്പേ ദൈവജനം അകത്തെത്തിയിരിക്കണം. ഏറെക്കുറെ ആമേൻ സ്തോത്രം 100% ഞാൻ പാലിക്കുന്നുണ്ട്. ആരാധന തുടങ്ങുന്ന മുമ്പെങ്കിലും എത്തും. സ്തോത്രം. എനിക്കത് നിർബന്ധമാണ്. വിശുദ്ധ ആരാധന തുടങ്ങുന്ന മുമ്പേ എത്തണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ഒരാഴ്ച നടത്തിയില്ലേ നമ്മെ? ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും നേരത്തെ ഒന്ന് കയറി ഇരുന്ന് മുട്ടുമടക്കണ്ടേ, കരയണ്ടേ, കൈവെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് രാത്രി ദൂതന്മാരെ പോലെ ഒന്നൊന്ന് ഏൽപ്പിച്ചു കൊടുന്നേ. സഭയിലെ ശുശ്രൂഷകന്മാർ പലരും തുറന്നു പറയത്തില്ല. ആള് കുറയൊന്നേ, അപ്പുറത്തവൻ വായും തുറന്നിരിക്കല്ലേ, ഇഞ്ഞു വാ എന്ന് പറഞ്ഞ്. മറ്റവ ഇങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കുക, ഇഞ്ഞു പോര്. അദ്ദേഹം അങ്ങനെ ഉപദേശം, നീ ഇഞ്ഞു പോര്. അതല്ല ശുശ്രൂഷ. ഉപദേശം സഭയ്ക്കകത്ത് വരണം. സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ആരാധന ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഉള്ള തുണികളെല്ലാം വാരി നനലിന് മുമ്പ് കൊണ്ടിട്ടിട്ട് അടിയോടടി. ആ അടി നീ അവിടെ പോയിരുന്ന് അടിക്ക്. ഞാൻ ഒരു ചർച്ചിലേക്ക് രാവിലെ പോയപ്പോൾ അവിടെ അടി കിടക്കുന്നു. എന്താ അടി? പാസ്റ്റർ ഭാര്യ കുറേ പുഴുക്കൾ തുണികൾ വാരിയിട്ട് കൊണ്ട് ആടി ഇത്രയും ഒരാഴ്ച ഉപയോഗിച്ചു കഴിഞ്ഞു. 11 ആടി നിൽക്കുന്നില്ല. ഇവിടെ ബാൻഡ് അടിച്ചിട്ടും ഓർഗനിട്ടിട്ടും ഇത്ര സൗണ്ടിന് ആടി നിൽക്കുന്നില്ലെന്ന്. അവരിന്ന് ഭൂമിയുടെ മുഖത്തില്ല, അടിയോടെ പോയി. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ദൂതനുണ്ട്. യോബേ, നീ എവിടെയായിരുന്നു? നിനക്ക് നഷ്ടപ്പെട്ട തരാൻ ഞാൻ വന്ന് നിൽക്കുക. പ്രഭാത നക്ഷത്രം ഒരുമിച്ച് ഉദിച്ചു വന്ന് ആരാധന ഉയർന്നപ്പോൾ നീ എവിടെ? ഉറയി കിടക്കുകയാണോ? 4 മണിക്കൊന്നഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നു കിടന്ന് പിന്നെ വലിച്ചു മൂടി ഉറങ്ങുന്നവർ കൈവെക്കണ്ട, പ്രാർത്ഥിച്ചോ. ഞായറാഴ്ച ഒരു ദിവസം ഉറങ്ങരുത്. ശനിയാഴ്ച രാത്രി മുതൽ ഉറങ്ങരുത്. കാരണം നാളെ നിന്റെ ദിവസമാ. ഒരു ദിവസം ദൈവം മുമ്പിൽ മൂട്ടുമടക്കാൻ ശനിയാഴ്ച ഉള്ളതെല്ലാം വലിച്ചു വാരി കയറ്റിയിട്ട് ഞാൻ കിടന്ന് പൂണ്ട ഉറക്കം ഉറങ്ങി. രാവിലെ എഴിച്ചൊന്ന് പുറത്തോട്ട് പോയിട്ട് വന്നു കിടന്ന് ഉറങ്ങരുത്. ഇവിടെ ചോദ്യം വരികയാ. പ്രഭാത നക്ഷത്രം ഒരുമിച്ച് ഉദിച്ചു വന്നപ്പോ നീ എവിടെയായിരുന്നു? പറ 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 എവിടെ എവിടെ എവിടെ? ഇന്ന് രാത്രി എവിടെ പോയെന്നാ പറഞ്ഞത്? അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനം 104 അതിന്റെ 4-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. ആരാണ് ദൂതന്മാർ?
ബൈബിൾ എന്തു പറയുന്നു? ബൈബിൾ എന്തു പറയുന്നു? വായിക്കാം. 104-ന്റെ 4-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. ഒരാൾ എടുത്തു വയ്ക്കുക. വെളിപ്പാട് പുസ്തകം 5:11. അടുത്തൊരാൾ എടുത്തു വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. 104-4. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. കാറ്റുകളെ തന്റെ ദൂതന്മാരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഗ്നിജ്വാല തന്റെ ശുശ്രൂഷക്കാരനുമാക്കുന്നു. അപ്പൊ ആരാ ശുശ്രൂഷ ചെയ്യുന്നവരാരാ? അവരാരാ? അഗ്നി ശുശ്രൂഷ ചെയ്യുന്നവരാരാ? എഴുതി വെച്ചോ. അവർ ഇന്ന് രാത്രി ആരെന്നറിയാമോ? അവർ അഗ്നിയിൽ ശുശ്രൂഷിക്കുന്നവരാ. അഗ്നി നിൽക്കുന്നവർ ശുശ്രൂഷക്കാരന്മാരാ. ആമേ. കാറ്റുകളെ ദൂതന്മാരാക്കി. എത്രയോ കാറ്റ് നമ്മുടെ ചുറ്റുപാട് അടിച്ചല്ലേ? 1 സെക്കൻഡ് കൊണ്ട് ആമേ കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിച്ചു അല്ലേ? ഒരു ചെറിയ കാറ്റ് പോലും ശരിക്കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിന്റെ മേൽക്കൂര പറന്നു പോകുമല്ലേ? എന്നാൽ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ നോക്ക്, 1 സെക്കൻഡ് കൊണ്ട് മഴ കൊണ്ടുപോയത് ആയിരക്കണക്കിന് ജീവനുകളാ. തീർന്നില്ല. ആമേൻ. ആയിരക്കണക്കിന് ജീവനുകൾ 2 ട്രെയിനിൽ കൂടെ വന്നപ്പോൾ പാളം 1 സെക്കൻഡ് കൊണ്ട് ചേഞ്ച് ആകാൻ വന്നപ്പോൾ പാളം ലോക്കായി പോയി. 2 ട്രെയിനും കൂട്ടിയിടിച്ച് ആയിരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്താ കാര്യം? ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അവരെത്ര കൺട്രോൾ ചെയ്തിട്ടും പാളങ്ങൾ മാറുന്നില്ല. എന്തെന്നറിയാമോ? അതിന്റെ പിന്നൊരു കാറ്റുണ്ട്. ആമേൻ. ഇന്ന് രാത്രി കാറ്റുകൾ പലതും അടിച്ചില്ലേ? അത് ദൈവം അറിയാതെ വരുന്നതല്ല. അത് ദൂതന്മാരാ. തന്റെ മക്കളെ ക്ഷേമത്തോടെ സൂക്ഷിച്ച് ചേർത്ത് പിടിക്കുന്ന, മാർവോടണയ്ക്കുന്ന ഒരു ദൂതൻ, ഒരു കാറ്റായി ഇന്ന് രാത്രി നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ അത് ചെയ്യുമെന്ന് പറഞ്ഞ് നിന്റെ നാളെ നീ പുറത്തിറങ്ങുമ്പോൾ നീ സൂര്യോദയം കാണില്ല എന്ന് പറഞ്ഞ് നിന്നെ വെല്ലുവിളിക്കുന്ന ചിലരുടെ മണ്ടയ്ക്ക് ദൈവം ദൂതന്മാരായി ചെന്ന് ചില കാറ്റുകൾ അടുപ്പിക്കാൻ പോകുന്നു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, ചില കാറ്റുകൾ നിനക്ക് അനുകൂലമായി ഈ രാത്രി അടിക്കും. അത് വേറെ ആരുമല്ല, ദൈവത്തിന്റെ ദൂതന്മാരാണ്. ശംഭവരാജകൽക്കനാദി. ഹല്ലേലൂയ. ഇവരാരെന്നറിയാമോ? അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷക്കാരന്മാരുമാക്കുന്നു. ഇന്ന് രാത്രി ശുശ്രൂഷ ഏറ്റെടുക്കുന്ന ദൈവകുഞ്ഞെ, നീ ചില പാട്ടായിരിക്കും പാടുന്നത്, ചിലപ്പോൾ ഒരു പ്രബോധനമായിരിക്കും, ചിലപ്പോൾ ഒരു വചനം വായിക്കാൻ വേണ്ടിയായിരിക്കും ഏൽപ്പിച്ചത്. അത് നീ ചെയ്ത് തുടങ്ങുമ്പോൾ അതിനകത്ത് ചിലത് ദൈവാത്മാവ് വെളിപ്പെടുത്തും. കേട്ടോ? ഹല്ലേലൂയ. നീ പോലും അറിയാതെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആരോടൊക്കെ ദൈവം പറയുന്നു, ഇതിനെ അമർത്തി കുലിക്കും നല്ലൊരളവ് ഈ അഗ്നി ജ്വാലയാക്കുന്ന ദൂതന്മാരെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയും. അത് ഇന്ന് രാത്രി ദൈവം ചിലരെ ചെയ്തുകൊണ്ടിരിക്കുക. ചിലർക്ക് ദൈവാത്മാവ് ചില മണ്ഡലങ്ങൾ തുറക്കുകയാ. ഇന്ന് രാത്രി ശുശ്രൂഷയുടെ വഴികൾ തുറക്കുകയാ. ചില കുടുംബത്തിനകത്ത് കാറ്റടിക്കുമ്പോൾ അവിടുന്ന് അടപടലം ഇളകി നിന്റെ ആലയത്തിലേക്ക് ഓടിക്കേറുന്ന നാഴിക വിദൂരമല്ല. ചിലരൊക്കെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തിന് മരണം കാണാൻ കൊതിച്ചിരിക്കുന്ന ചില വ്യക്തികളെ തകർച്ച കാണാൻ കൊതിച്ചിരിക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവിന്റെ രാത്രി ദൂതനെ അയക്കും. അത് കാറ്റായിട്ട് വരും, അതൊരു മഴയായിട്ട് വരും, അതൊരു പ്രേമാരിയായിട്ട് വരും, അത് മേഘമണ്ഡലത്തിൽ കീറി മുറിച്ച് ഒരു അഗ്നിജ്വാലയായിട്ട് വരും. ഇന്ന് രാത്രി എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല, ആത്മാവ് തൊട്ടു പറയുന്നു, നീ ഒറ്റയ്ക്കല്ല. കോടാനുകോടി ദൂതന്മാർ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവഭക്തയെ നിന്റെ കൂടെ ഇന്ന് രാത്രി കോടാനുകോടി ദൂതന്മാർ. വേദ പുസ്തകത്തിനകത്ത് ചലിക്കുന്നതിനെ ചലിപ്പിക്കുന്നതല്ല ദൂതൻ, ചലനം അറ്റിരിക്കുന്നതിനെ ചലിപ്പിക്കുന്ന ദൂതൻ. ജീവിതത്തിൽ ചലിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയിൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരാണ് ദൂതന്മാർ? ഒരു ചോദ്യമുണ്ട്. ആരാ ദൂതൻ? അടുത്ത് വായിച്ചാട്ടെ. അതേ ആമേൻ. വെളിപ്പാട് പുസ്തകം 5:11 വായിച്ചേ. 5:11 വായിച്ചേ. 5:11. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000-10,000-10,000-10,000 ആയിരുന്നു.
ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേൾക്കുകയാ. അവിടെ കിടന്നുകൊണ്ട് അവൻ കേൾക്കുന്നത് ഏറിയ ദൂതന്മാർ. ആമേൻ. അവിടെ എണ്ണി പറയുന്നുണ്ടോ, അവന്റെ ശബ്ദം കേട്ടപ്പോൾ ഇന്ന് രാത്രി ചെവി ഉള്ളവർ കേൾക്കട്ടെ, ചെവി ഉള്ളവൻ കേൾക്കട്ടെ, ഇന്ന് രാത്രി ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ഇതിന്റെ ശബ്ദം, ആ ദൂതന്റെ ശബ്ദം ഇതിനകത്തിരിക്കുന്ന ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. ആത്മാവ് തൊട്ടു പറയുന്നു, നീ ഇരിക്കുന്ന ഏത് രാജ്യത്താണെങ്കിലും ദൂതന്റെ ശബ്ദം കേൾക്കുന്നു, കുതിരയുടെ കുളമ്പടി നാദം കേൾക്കുന്നു. ആമേ, പ്രൈസ് ദി ലോർഡ്. നിന്നെ പിന്തുടരുന്ന സീസർ മഹാരാജാവിന്റെ ഇരുമ്പ് രഥങ്ങളെ തകർക്കുന്ന ഒരു ദൂതൻ നിന്റെ കുടുംബത്തിനകത്തേക്ക്, നിന്റെ രാജ്യത്തിലേക്ക് ഷട്ടു മാറുന്നത് പോലെ, ഹല്ലേലൂയ, സൂര്യനെ കൊണ്ട് ഉരുകുന്ന മഞ്ഞ് പോലെ നിയമങ്ങൾ മാറ്റാൻ, ആമേ, നിയമത്തിന്റെ നൂലാമാലകൾ നിനക്കെതിരെ രാജ്യം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ ഇന്ന് രാത്രി വചനം പറയുന്നു, ദൂതന്റെ സാന്നിധ്യമുള്ള ഒരു ദൈവപൈതലെ തൊടാൻ ഒരു രാജാക്കന്മാർക്കും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. രാജാക്കന്മാരുടെ നടുവിലും ആദ്യത്തെ സ്ത്രീജനത്തിന്റെ ആദ്യത്തെ സഹോദരിയായ ദെബോറ മുതൽ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ദെബോറ സകല ന്യായ വിസ്താരത്തിലും സകല പ്രവാചകിമാരുടെ ഇടയിൽ ഏറ്റവും ശക്തമായി പഴയ നിയമത്തിൽ പുറത്തു വന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. ആ വ്യക്തിയുടെ നടുവിൽ സകലത്തെയും കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ദെബോറയെ പോലെ നിന്നെ കൊണ്ടുവരാൻ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആയുസ്സിൽ ദെബോറയെ പോലെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്നലെ വരെ നീ കാണാത്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കാണാത്തത് ഇന്ന് രാത്രി നിന്നെ കാണിപ്പാൻ ദൈവം ഒരു ജനതയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരികയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ കിണർ വെട്ടാൻ പോകുകയാ, വെള്ളം കിട്ടുമോ? യുദ്ധത്തിന് പോകുകയാ, ജയിക്കുമോ? അടയ്ക്കാത്തൈ നടാൻ പോകുകയാ, കിളിർക്കുമോ? ഞാൻ വയലിൽ വിതയ്ക്കാൻ പോകുകയാ, 100 മേനി കൊയ്ത്ത് കിട്ടുമോ? ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ പോകുകയാ, ചെന്നായ്ക്കൽ പിടിക്കുമോ? പറയൂ ദെബോറയെ, അഭിഷക്തയെ പറയൂ എന്ന് പറയത്തക്ക നിലയിൽ ഈ സ്ക്രീനകത്തിരിക്കുന്ന ദൈവജനത്തോട് ദൈവം പറയുന്നു, നിന്നിൽ കൂടെ ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്ന നാളുകൾ വിദൂരമല്ല. സംഭവാരികൾക്കനാദി അതുരകരകതന വൈഡകരാജകൾക്കനാദി. ഹല്ലേലൂയ. ആമേ. 10,000 ആയിരവുമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ അത്യുച്ചത്തിൽ സ്തോത്രം അലറപ്പെട്ടത് കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. എന്തൊക്കെ ലഭിപ്പാൻ യോഗ്യനാണ്? ശക്തി, ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനായ ഒരുത്തനെ പത്മോസിന്റെ ദ്വീപിൽ ഒരുവൻ കണ്ടാരാധിക്കുന്നു. അവന്റെ പേരാണ് യോഹന്നാൻ. കണ്ടാരാധിക്കുക. കേട്ടാരാധിക്കരുത്, കണ്ടാരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? കേട്ടാരാധിക്കരുത്, കണ്ടാരാധിക്കണം. അപ്പുറത്തിരിക്കുന്നവര് പറയുന്ന കേട്ടാരാധിക്കരുത്. നിന്നിൽ ഒരു ആരാധന വെളിപ്പെടണം. പ്രസ്തുത നിന്നിൽ ദൂതൻ ഇറങ്ങി വരണം. ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാം തീപ്പന്തമായി പുറത്തു വരണം. ഒരു ശുശ്രൂഷക്കാരിയായി പുറത്തു വരണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ കുറിച്ച് ചില പദ്ധതികൾ ഒരുക്കി വച്ചിട്ടുണ്ട്. അതിലേക്ക് എത്താൻ ചില മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക. സ്തോത്രം. ആരാണ് ദൂതന്മാർ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നോക്കൂ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൂതന്മാർ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ദൂതന്മാരിപ്പോ എന്തൊക്കെ ചെയ്യുന്നു? മൂന്നാമത്, സ്തോത്രം. ഇപ്പോൾ ദൂതന്മാർ എന്തൊക്കെ ചെയ്യുന്നത്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൂതന്മാർ എന്തൊക്കെ ചെയ്യുന്നു? തെളിവുകൾ നിരത്തി തരാം. ഈ ദൂതൻ കെട്ടിയും കൊടുത്തും വാങ്ങിയും പെറ്റും പെരുകിയതൊന്നുമല്ല ഇത്. ഈ ദൂതന്മാർ വയസ്സാകുന്നില്ല. ഈ ദൂതന്മാർ പ്രായമായി വടിയും കുത്തി നടക്കുന്നവരല്ല ഇത്. ഒരാൾ പറഞ്ഞു ഈ ദൂതന് പ്രായമായി വടിയും കുത്തി നടക്കുകയാണെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി വടിയും കുത്തി കണ്ണാടിയും വച്ചിടക്കുന്നതല്ല ഈ ദൂതൻ. ഈ ദൂതൻ ഇന്ന് രാത്രിയിൽ നിന്നോട് ഇടപെടാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൂതൻ? വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായം. ഇപ്പോൾ ഈ ദൂതന്മാർ ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു? ബൈബിൾ എന്ത് പറയുന്നു? പ്രൈസ് ദി ലോർഡ്.
8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം മുതൽ 35-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. 8-ാം അധ്യായം 26 മുതൽ 35 വരെ ഒന്ന് വായിക്കുന്നു. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിർത്തിക്കളയണ്ട. 35 വരെ നിങ്ങൾ വായിച്ചോളൂ. 35 വരെ അവിടെ നിൽക്കട്ടെ. അവിടെ ആരാ വന്ന് പറഞ്ഞത്? ഫിലിപ്പോസിനോട് പറഞ്ഞെന്താ? നീ ഇവിടെ പച്ച മടലും കീറി ഇവിടെ അടുപ്പത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി ഇരിക്കണ്ട. അതിന് ഞാൻ വേറെ ആളിനെ ഇവിടെ ആക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്നുണ്ട്. മടൽ കീറാനും ഓല കീറാനും മറ്റെല്ലാത്തിനും ഞാൻ ഒരു കൂട്ടത്തെ ഇവിടെ അയക്കുന്നുണ്ട്. നീ ആദ്യം അതിനെ വിട്ടിട്ടിറങ്ങി ഓടാൻ പറഞ്ഞു. ആരാ വന്നത്? അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവ വഴി വരെ പറഞ്ഞു കൊടുത്തു. ഗൂഗിൾ മാപ്പൊന്നുമില്ല. വഴി വരെ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. ഉറങ്ങുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവരെവിടെ പോയിരുന്നു? എവിടെ പോകാനാ പറഞ്ഞ ദൂതൻ? നീ ഒരു കാര്യം ചെയ്യും, നീ കഴിച്ചു ചെല്ല്, ഒരു ശുശ്രൂഷയുണ്ട്, സ്നാന ശുശ്രൂഷ. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, സ്നാന ശുശ്രൂഷ നടക്കുന്ന സമയം വിദൂരമല്ല. പ്രാർത്ഥിച്ചോ. ആമേ. ദൂതനാ പറയുന്നത്. ദൂതൻ പറയുക, നീ ഒരു കാര്യം ചെയ്യും. ആമേ. കർത്താവിൻ്റെ ദൂതൻ, അനന്തരം കർത്താവിൻ്റെ ഒരു ദൂതൻ, ദൂതനാ പറഞ്ഞ് എണീറ്റ് നടക്കാൻ. ദൂതനാണ് ദൈവം നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ദൂതനാണ് ഇതിനകത്ത് ദൈവം കൊണ്ടിരുത്തി. ദൂതനാണ് നിങ്ങളോട് പറഞ്ഞ് ഇതിനകത്ത് വന്നിരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ ഗ്രാജുവേഷൻ എന്ന ദൈവാത്മാവ് ദൂത് പറഞ്ഞു. ക്യാമറ പിടിച്ചോടുന്ന ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞു, നിങ്ങളുടെ ഉദരത്തിനകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടാൻ പോകുക. നിങ്ങൾ വിചാരിച്ചാണ് മാനുഷ്യമായി പറഞ്ഞിരിക്കുന്നല്ലേ. ഇന്ന് ഞാൻ അവരെ സാക്ഷ്യം കേട്ടു. പാസ്റ്റർക്കറിയാം, യൂട്രസ് പഴുത്ത് ഡോക്ടർമാർ ഏകദേശം 24 ഡോക്ടർമാർ കൂടെ ചേർന്നിരുന്ന് പറഞ്ഞു, ഈ യൂട്രസ് എടുത്ത് മാറ്റണം, അതിനകത്തുള്ള സകല ക്രമീകരണങ്ങളും വലിച്ചു ദൂരെ എറിയാൻ പറഞ്ഞു. പ്രായം 30. സ്തോത്രം. ഇന്നിനോട് പറയാം, അന്ന് പാസ്റ്റർ പറഞ്ഞ ദൂത് വല്ലതും കേട്ടോ? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. ഇന്നും എൻ്റെ പെൻഡ്രൈവിനകത്ത് ആ ദൂതിരിപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾ കേട്ട് കാണും. കഴിഞ്ഞ ഗ്രാജുവേഷൻ നിങ്ങൾ കേട്ട് കാണും. ആ പുറകിൽ നിൽക്കുന്ന സിസ്റ്ററോട് ദൈവാത്മാവ് പറയുന്ന ദൂത് നിങ്ങൾ കേട്ടില്ലേ? കേട്ടുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഗ്രാജുവേഷന് വന്നവർ തിരിപ്പുണ്ട്. ദൈവാത്മാവ് പറഞ്ഞ ദൂത് ഇതായിരുന്നു. അവരിന്ന് ഞാൻ ആ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. ഡോക്ടർ പറഞ്ഞത്, അതേ ഡോക്ടർമാർ പറഞ്ഞ കാര്യം ഇതാണ്. ഓപ്പറേഷൻ വേണ്ട, 98% സക്സസ് ആണ്. ഇതെങ്ങനെ സംഭവിച്ചു? അവർ ഹിന്ദു ആയിട്ടോ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവർക്കൊരു വിശ്വാസം. ആമേൻ. നമ്മളൊരു വിശ്വാസം വന്നിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ചില വ്യക്തികളെ കഴുതയുടെ വായ തുറന്നതുപോലെ ചിലത് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. അവർ പറയുക, ഒത്തിരി വേദികളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒത്തിരി കൺവെൻഷനിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, ഞങ്ങളെ ആരും ശ്രദ്ധിക്കാറില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും തരാൻ ആരുമില്ല, അവർ ഫോട്ടോക്കാരല്ലേ, ക്യാമറക്കാരല്ലേ എന്ന് പറഞ്ഞ് അവരെ തഴയാറുണ്ട്. പക്ഷെ അവർ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയല്ല. ഹല്ലേലൂയ. നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞ സാക്ഷ്യം പറയണം, ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്, പലരെയും ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്നും അങ്ങനെ അല്ല എന്ന് പറയണം. ചേർത്ത് പിടിക്കണം. ഇന്ന് രാത്രി ചേർത്ത് പിടിക്കാൻ എത്ര പേരിനകത്തുണ്ട്? ചിലരെ ചേർത്ത് പിടിക്കുക, പ്രാർത്ഥിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവത്തിന് ദൂതറിയിക്കും എന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ ദൈവാത്മാവിൽ ഗൈഡൻസ് ഉണ്ട്? പറഞ്ഞോ. ഞാൻ പറഞ്ഞു സാക്ഷ്യം പറയണം കേട്ടോ, ഉറപ്പാറ്റും പറയാം കേട്ടോ. ആമേൻ. സ്തോത്രം. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയണ്ടായി. ആമേൻ. അതിശയിച്ചു പോയി കേട്ടോ. അതിശയിക്കണ്ട.
അത് പറഞ്ഞത് ദൂതനല്ലേ? ദൂതൻ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ചിലർക്ക് സംഭവിക്കാൻ പോകയാ. സ്തോത്രം. ദൈവവൈതലേ, ആമൻ ഈ റൂമിലിരുന്ന സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഇന്നേക്ക് 4 വർഷം മുമ്പേ പറഞ്ഞു, ആമേ കുഞ്ഞതിനെ തലയോട്ടി ഇളക്കി മാറ്റേണ്ടി വരത്തില്ല. ആ തലയോട്ടിയെ സിസ്റ്റമാറ്റിക്കായി ദൈവാത്മാവ് അതിനെ ഉറപ്പിച്ചിട്ട് നിന്റെ തലമുറയെ ദൈവം ഘട്ടം ഘട്ടമായി വിടുവിക്കും. ആമേൻ. അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒരിക്കൽ അവരുടെ സാക്ഷി കേൾക്കാൻ പറ്റും നമുക്ക്. ഹല്ലേലൂയ. തലയോട്ടി ഇളക്കേണ്ടി വന്നില്ല. ശരീരത്തിൽ ഒരു രോമം പോലും ഇളക്കാൻ സ്വർഗം ഇടയാക്കിയില്ല. ആമേ സ്തോത്രം. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ സ്തോത്രം. ആദ്യത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ഹല്ലേലൂയ. അതവിടെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അതെ, ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ, അത് ചെറുതല്ല കേട്ടോ. നീ ദൂതനുമായിട്ട് ഇന്ന് രാത്രി സംസാരിക്കാൻ വന്നേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഹല്ലേലൂയ. ദൂതന്മാരുടെ വലിയൊരു ഗണം തന്നെ. ഇപ്പോൾ ദൂതന്മാർ എന്താന്ന് പറഞ്ഞു തരുമ്പോൾ 28:26 നമ്മൾ വായിച്ചത് അനന്തരം ഒരു ദൂതൻ, കർത്താവിൻ്റെ ദൂതൻ. വായിച്ചേ. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെ വായിക്കുമ്പോൾ, 10-ാമത്തെ അധ്യായം 1 മുതൽ 22 വരെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഒരു ദൂതൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്കവിടെ അനുഭവിക്കാൻ കഴിയുന്നു. 1 മുതൽ 22 വരെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ദൈവകുഞ്ഞെ, ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ അടങ്ങപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ, ദർശനത്തിൽ കൂടെ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ 10-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കേണ്ട പദങ്ങൾ നമുക്ക് ഒരു വാക്യം പോലും വിടാനില്ലെങ്കിലും അതിനകത്തുനിന്ന് 16, 15, 16, 17, 18 വാക്യങ്ങളിലേക്ക് വരാമോ? 15, 16, 17, 18 ഒന്ന് വരാമോ? ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു. പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സംശയിക്കേണ്ട, നീ അവരെ കൂടെ പോകുക. പക്ഷെ 3-ാമത്തെ വാക്യം പറയുന്നു, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വന്നത് സ്പഷ്ടമായി കണ്ടു. ആമേ. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ആ ദൂതൻ വെൺമാടത്തിന് കീഴിൽ ഉപവസിച്ചു കൊണ്ടിരുന്ന പത്രോസിന്റെ വെൺമാടത്തിനകത്ത് ഒരു തുപ്പട്ടി സ്വർഗത്തിൽ നിറങ്ങി വന്നു. എന്തിനാ തുപ്പട്ടി ഇറങ്ങി വന്നത്? അതിനകത്ത് സകലതും ദൈവം നോ എന്ന് പറഞ്ഞത് അതിനകത്ത് കിടപ്പുണ്ട്. അതെല്ലാം നോ എന്ന് പറഞ്ഞതാ, അതെല്ലാം വേണ്ട എന്ന് പറഞ്ഞതാ. വന്നിട്ട് പറയും, ഇതെല്ലാം നീ അറുത്ത് കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ചോദിച്ച ചോദ്യമാണ്, കർത്താവേ, ആമേൻ, നീ മലിനമെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ കഴിക്കും? ആമേൻ. അവിടെ പത്രോസിന്റെ ഒരു മാനസാന്തരത്തെ കുറിച്ചാണ് അതിന്റെ രത്ന ചുരുക്കം വരുന്നത്. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഇന്നും ജാതി, കറുത്തവൻ, വെളുത്തവൻ, അയിത്തമുള്ളവൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒത്തിരി പേരുടെ ഇടയിലും പത്രോസ് അവിടെ മാറി നിൽക്കുമ്പോൾ പത്രോസിന്റെ ഇടയിൽ 3 പേരെ അയച്ചു. നീ ഇവരെ കൂടെ പോണമെന്ന് പറഞ്ഞ് പത്രോസിനെ അവരെ കൂടെ അയച്ചു. എവിടെ? കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്തേക്ക്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, സ്തോത്രം. അടുത്ത 15-ാം വാക്യം പറയുന്നു, ആ ശബ്ദം 2-ാം പ്രാവശ്യവും അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെ 3-ാം പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തേക്ക് വലിച്ചെടുത്തു.
പ്രൈസ് ദി ലോർഡ്. ഈ ദർശനം ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു. നിന്റെ ഉള്ളിൽ പിടയണം. ഇതെന്താ ദൂത്? അഭിഷക്തൻ ദൂത് പറഞ്ഞല്ലോ, ഞാൻ ദർശനം കണ്ടല്ലോ, ഇത് എന്താണ് എന്നൊരു ഒരു ചഞ്ചലിപ്പ് അവന്റെ ഹൃദയത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ആ ചഞ്ചലിപ്പിനിതാ ആ ദർശനത്തെല്ലാം പൂർത്തീകരിക്കും. 19-ാം വാക്യം. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് 3 പുരുഷന്മാർ തന്നെ അന്വേഷിക്കുന്നു. 3 പുരുഷന്മാർ. ആരാ പറഞ്ഞത്? ആത്മാവ് അവനോട് പറയുക. ആത്മാവ് ആരാ? ദൂതൻ. സ്തോത്രം പറ. ഹല്ലേലൂയ. നിന്റെ അകത്ത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, ദൂതൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ വചനം കൊണ്ട് നിറയ്ക്കണം, ദർശനം കൊണ്ട് നിറയ്ക്കണം, വെളിപ്പാട് കൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ. എന്നാൽ പിശാച് വീണുപോയവൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ വചനം ഒന്നുപോലും കടക്കരുത്. പാപം കൊണ്ട് നിറയ്ക്കണം, പാപ ചിന്ത കൊണ്ട് നിറയ്ക്കണം, ഒത്തിരി ബേഡായ വാക്കുകൾ കൊണ്ട് നിറയ്ക്കണം. ഇത് ശത്രുവിന്റെ പദ്ധതിയാ. അവൻ വരുമ്പോൾ അവന് ഭക്ഷിക്കാൻ ഒന്നും നിന്റെ ഹൃദയത്തിൽ കാണരുത്. നിന്റെ ശരീരത്തിൽ അവൻ ഭക്ഷിക്കാനുള്ള ഒന്നും കാണരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? അവൻ നോക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒന്നും കാണരുത്. അതാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങി, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ആദരം തുറന്നു പറ, ഞാനും നിങ്ങളും വാതിലും ജന്നലും അടച്ച്, ബെഡ്റൂമിന്റെ വാതിലും അടച്ച്, ഗേറ്റും പൂട്ടി എല്ലാം അടച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അടയ്ക്കാത്ത 2 അവയവം ഇരിപ്പുണ്ട്. 1 മൂക്കും 2 ചെവിയും. പറ്റുമെങ്കിൽ ചെവിക്കകത്ത് ഹെഡ്സെറ്റ് വെച്ച് ഉറങ്ങുന്നവരുണ്ട്. അവരെ ഓർത്ത് കൈ ഉയർത്തണ്ട, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മതി. പക്ഷെ മൂക്കൊരിക്കലും അടയുന്നില്ല. ഹല്ലേലൂയ. ഉറങ്ങി നാളുകളായെന്ന് പറഞ്ഞവരും ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഉറങ്ങാനിടയായി. ആമേൻ. ദൈവവചനത്തിന്റെ മുമ്പിൽ സ്തോത്രം, ഉറക്കമില്ലാത്തവനെ ഉറക്കും. ആമേൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ആത്മഹത്യക്ക് വരെ ചിന്തിക്കുന്നവനെയും വചനം അവനെ ഉറക്കും. കാരണം വചനത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവനെ പിശാചിന് ഇഷ്ടമല്ല. ഞാൻ കോഴഞ്ചേരി പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് ഏകദേശം 12 വർഷം കൊണ്ട് ഉറക്കമില്ലാത്ത ഒരു ദൈവദാസൻ. ഉറക്കമില്ല. സ്തോത്രം. ഞാൻ ചോദിച്ചു, എന്താ ഉറങ്ങാത്ത കാര്യം? എന്താ ഉറങ്ങാത്ത കാര്യം? പ്രാർത്ഥിക്കുന്നില്ലേ? ഇല്ല. ഉപവസിക്കുന്നുണ്ടോ? ഇല്ല. ബൈബിൾ വായിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം തരുന്നത് കൊണ്ട് നടക്കുക, അതാ പ്രശ്നം. ദൈവം തരുന്നത് കൊണ്ട് നടക്കുക, അതാ പ്രശ്നം. ഒരു കാര്യം ചെയ്തേ ദാസനെ, ഇന്ന് എന്തായാലും കഴിഞ്ഞ വർഷങ്ങൾ 10-15 വർഷം ഉറങ്ങുക ഇല്ലല്ല. ഇന്നൊരു കാര്യം ചെയ്തേ, നിങ്ങളൊരു കാര്യം ചെയ്യണം. വീട്ടിൽ ചെന്നിട്ട് 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ആ വാക്യം മൊത്തം വായിച്ച് തീരുന്ന മുമ്പേ നിങ്ങളുടെ വായിൽ കൂടെ മൂക്കിൽ കൂടെ ഒക്കെ കണ്ണിൽ കൂടെ എല്ലാ കോട്ടുവായിട്ടങ്ങ് തള്ളും. പ്രൈസ് ദി ലോർഡ്. വചനം എടുക്കുന്നത് പിശാചിന് ഭയങ്കര ദേഷ്യ. ഉറക്കമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുത്ത് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടാൽ ഉറക്കം വരുമെന്ന് വിചാരിച്ചാൽ പല ആപ്പുകളിൽ നീ തോണ്ടി രാത്രി ഇരുന്ന് നേരം വെളുപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ പല ആപ്പുകളും പറയും ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങോട്ട് വന്നോളൂ, ഫ്രീ ആയിട്ട് തരാം, ഇത് ഫ്രീ കണക്ഷനാ, 1 പൈസയും മുടക്കട്ടെ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വായും തുറന്നിരിക്കുക. നിന്റെ പാപത്തിൽ കൂടെ നിറയ്ക്കാൻ പല ആപ്ലിക്കേഷനും നിന്റെ ഫോണിനകത്ത് ഇങ്ങനെ കിടക്കുക. എന്റെ പൊന്ന് കർത്താവിന്റെ പൈതലെ, കൈ വച്ച് കളയരുത്. തീ അതിനകത്ത്. ഏതാ തീ എന്നറിയാമോ? ദുഷ്ടന്റെ ക്രോധാഗ്നി. പിശാചിന്റെ ക്രോധാഗ്നിയാണ് അതിനകത്ത് പാഞ്ഞു വരുന്നത്. എന്ന രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഹല്ലേലൂയ, നീ ഒരു വചനം വായിച്ചു നോക്ക്. ഓൺ ദ സ്പോട്ടിൽ. ഇല്ലെങ്കിൽ, ഉറക്കമില്ലെങ്കിലേ നിന്റെ അഭിഷക്തനെ വിളിക്കണം, വേറെ ആരെയും വിളിക്കരുത്. അഭിഷക്തനെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അഭിഷക്തനെ ഒരു വാക്യത്തിൻ്റെ ഒരു ആശയം പറഞ്ഞു തരാമോ? ആ ആശയം പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കൂർക്കം വലി പുള്ളിക്ക് കേൾക്കാം. സ്തോത്രം. ആശയം പറഞ്ഞ് തീരുന്നുമ്പേ കൂർക്കം വലി പുള്ളിക്ക് കേൾക്കാം. അപ്പോൾ പറയും, എടിയായി, ശോശാമേ ഇങ്ങ് വന്നേടി. ജോബി ഉറങ്ങി, അവനെന്തോ പ്രശ്നം വന്നാ വിളിച്ചത്, അവൻ ഉറങ്ങിയടി, ഇനിയിപ്പോൾ വയ്ക്കാമല്ലേ ചേട്ടാ പറഞ്ഞുകൊണ്ടിരി. ഇല്ല, ഇന്നിപ്പോൾ അവൻ ഉറങ്ങിയല്ലോ.
ഇനി ഇങ്ങോട്ട് വന്നേടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ട്. തങ്കമ്മ ആൻറ്റി ഉറങ്ങി. ഇനി അവർ ഉറങ്ങി, എപ്പോഴേ ഉറങ്ങി, പാവം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, ഉറങ്ങി. ഇങ്ങോട്ട് വന്നേ, കുറേ നേരം കൊണ്ട് സംസാരിക്കുന്നല്ലോ, ആരോടാ? ഞാൻ പ്രൊഫസറോട് സംസാരിക്കുന്നേ. ഉറങ്ങി പാവം, കുറേ രാത്രി കൊണ്ട് ഉറക്കമില്ല. അങ്ങോട്ട് തിരിഞ്ഞിടുന്ന പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന പ്രശ്നം, നടന്ന പ്രശ്നം, ചിരിച്ചാ പ്രശ്നം, എന്തെന്ന് ചോദിച്ചാൽ പ്രശ്നം, നോക്കിയ പ്രശ്നം, മിണ്ടിയ പ്രശ്നം, മിണ്ടാട്ടമില്ലെങ്കിൽ പ്രശ്നം, പ്രാർത്ഥിച്ച പ്രശ്നം, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പ്രശ്നം, പള്ളിയിൽ പോയ പ്രശ്നം, പോയില്ലെങ്കിൽ പ്രശ്നം, എല്ലാം പ്രശ്നമാണ്. പാവം ഉറങ്ങി കേട്ടോ. സംശയം ചോദിക്കാൻ വിളിക്കുന്നത്, സംശയത്തിന് ചോദിക്കാൻ വിളിച്ചതാ, ഉറങ്ങി. അപ്പോഴങ്ങനെ ഇരുന്നപ്പോൾ അടുത്തൊരു കോള്. അയ്യോ ഓമന സിസ്റ്റർ, എന്താ? ഒരു സംശയം ചോദിക്കട്ടെ, സഭയിൽ മൂപ്പനാണോ മൂപ്പത്തിയാണോ പാസ്റ്റർ സംശയം പറഞ്ഞുതരാമോ? ഒരാശയം. ഭരിക്കാൻ മൂപ്പന്മാർക്കാണോ അധികാരം, അല്ലെ ഈ സഭകൾക്ക് സഹോദരിമാർക്കാണോ അധികാരം? അഭിഷത്തെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഇവർ കൂർക്കം വലിക്കും. ഉറക്കമില്ല. ഇന്ന് രാത്രി ഉറക്കമില്ലാത്തവർക്ക് ട്രീറ്റ്മെന്റ്. വചനം വായിച്ചോ. ഹലോ, 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ, 10,000 തിങ്കളൊരംശം ചൊല്ലിയിടുവാൻ പാരില സാധ്യമാകോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. കുമ്പിട്ട തലകളെല്ലാം ഉയരട്ടെ. അടുത്ത് നമ്മൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം എന്ത് പറയുന്നു? 14-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൂതന്മാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ദൂതന്മാർ എന്താ ചെയ്യുന്നത്? വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചേ. വെളിപ്പാട് 16-ന്റെ 6-ഉം 7-ഉം ഒന്ന് വായിച്ചേ. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയവും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചെന്ന് വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച് മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ആമേൻ. 6-ഉം 7-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഭൂവാസികളായ സകല ജാതിയെയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. നിന്നെ പരിശോധിക്കുമ്പോൾ, എന്നെ പരിശോധിക്കുമ്പോൾ, നമ്മെ പരിശോധിക്കുമ്പോൾ, അഭിഷത്തിനെ നിന്നെ ശോധന ചെയ്യുമ്പോൾ, എന്നെ ശോധന ചെയ്യുമ്പോൾ, സുവിശേഷം നിന്റെ അകത്ത് ഒരു ഭക്ഷണമാക്കണം. ആ സുവിശേഷത്തിന്റെ അകത്തളങ്ങളിൽ തിളങ്ങി വന്നിരിക്കുന്ന 1000-1000-മായ 10,000-10,000-മായ ദൈവത്തിന്റെ സർവ്വദൂതന്മാരുടെയും മൂപ്പന്മാരുടെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും നടുവിൽ വ്യാപരിക്കുന്ന കോടാനുകോടി മൂപ്പന്മാരുടെയും ദൂതന്മാരുടെയും മധ്യത്തിൽ ഇന്ന് രാത്രിയിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവപൈതലെ, ഈ തലമുറയിലും ദൂതൻ പറയുന്നത് ഇങ്ങനെയാണ്. വേറൊരു ദൂതൻ അവൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത് പറയുന്നതാണ് 7-ാം വാക്യം. ദൈവത്തെ ഭയപ്പെട്ടു അവൻ മഹത്വം കൊടുപ്പീൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ന്യായവിധിയുടെ നാഴിക. ദൈവ പൈതലിനെതിരെ, അഭിഷത്തിനെതിരെ, അഭിഷത്ത പൈതലെ നിനക്കെതിരെ അവൻ നിൽക്കുന്ന ചിലരെ മുഖത്ത് നോക്കാതെ ന്യായം വിധിക്കാൻ ഒരുത്തരിന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ കൈ ഉയർത്തുന്നവരൊക്കെ വെള്ളത്തിലൊന്ന് മുങ്ങി നോക്കണം. ആമേൻ. സ്തോത്രം. ഇങ്ങനെ ഉയർത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോഴും ഇങ്ങനെ ഉയർത്താവൂ. അപ്പോഴും ചാകാൻ ഏറ്റവും എളുപ്പമാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര എളുപ്പമായിരിക്കും ചാകാൻ. ഇങ്ങനെ അവർ ഇത്ര ഉയർത്തു. സെൻട്രൽ പാസ്റ്റർമാർ കണ്ടിട്ടില്ലേ? ആമേൻ. അടിച്ച് പൊളിച്ച് സുരേഷ് ബാബു പാസ്റ്റർ പ്രസംഗിക്കുക. ആമേൻ. അദ്ദേഹം നെഞ്ചുപൊട്ടി പ്രസംഗിച്ച് ബാക്കിലോട്ട് നോക്കുമ്പോൾ, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ പ്രസംഗിച്ചോ. ഞാൻ ഇവിടെ ഉണ്ട്.
ഇങ്ങനെ പറയല്ല. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ബാക്ക് സപ്പോർട്ടായി പ്രാർത്ഥനയുടെ ആഴം വരാൻ ഇന്ന് രാത്രി നിങ്ങൾക്കറിയോ, ആമെ കൊടുങ്കാറ്റ് പോലെ ചില അഭിഷക്തന്മാരെ ആമെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു കാര്യം മനസ്സിലായോ? ബാക്ക് സ്റ്റേജിന്റെ പിറകെ ഒരു ആരാധന ഉയരും, ഒരു മൗന പ്രാർത്ഥന ഉയരും. ആ സ്റ്റേജിനെ അടുക്കി ഇപ്പൊ പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കുക. ധൂപത്തിൽ നിന്ന് തീ ചൂളയിൽ പൊങ്ങുന്നത് പോലെ ആരാധനയുടെ തീ കഷണമാക്കി അനേകർ അമ്മാമ്മമാരും അച്ചായമാരും സ്റ്റേജിന്റെ പിറകിൽ പ്രാർത്ഥിക്കുന്നത്. ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്റ്റേജിൽ നിൽക്കുന്ന അഭിഷക്തന്മാരുടെ നാവിൽ കൂടെ വരുന്ന വചനത്തിന്റെ ആഴം ചെറുതല്ല. ഞാൻ തിരുവല്ലായില് ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്തോത്രം, ആമേൻ, ഞാൻ പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ ബാക്കിലോട് ഇനി എന്തോ ശബ്ദം വരുന്നു, ഒരു പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ഒരു ആരാധന. ഇതെവിടെ നിന്ന് ആരാധന? പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആമേ ചെവി ഇങ്ങോട്ട് തിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കിൽ ആരാധന നടക്കുകയാ. അപ്പോഴാ അഭിഷക്തൻ പറയുന്നത് ബാക്കിൽ ആരാധന ഉയരുന്നുണ്ട്. ആമേ, എനിക്ക് മനസ്സിലായി അവിടെ തീ കത്തുമ്പോൾ എന്നെ കർത്താവ് തീ കഷണമാക്കിയല്ല, തീ പന്തമാക്കി നിർത്തും. ഇന്ന് രാത്രി നിന്റെ സഭയിലെ ശുശ്രൂഷകൻ ആരാധിക്കാൻ കഴിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് ഇതുവരെ ഇല്ലാത്ത ശുശ്രൂഷയിൽ കൂടെ ദൈവം കടത്തിവിടും.